നമസ്കാരം, മെട്രോ സ്റ്റാർ പ്ലസിലേക്ക് സ്വാഗതം. തനിക്ക് ക്യാൻസർ ബാധിച്ചിട്ടുണ്ടെന്ന വാർത്ത അടുത്തിടെയാണ് രേണുസുതി ഔദ്യോഗികമായി സ്ഥിരീകരിച്ചത്. ഇതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ സമൂഹ മാധ്യമങ്ങളിൽ നേരത്തെ തന്നെ സജീവമായിരുന്നുവെങ്കിലും ഫിറോസിന്റെ ഒരു ഫേസ്ബുക്ക് കുറിപ്പിന് പിന്നാലെയാണ് രേണു നേരിട്ട സത്യം വെളിപ്പെടുത്തിയത്. ദുബായിൽ വെച്ചാണ് രോഗം സ്ഥിരീകരിച്ചതെന്നാണ് പുറത്തുവരുന്ന വിവരം. വർഷങ്ങൾക്ക് മുൻപ് സ്തനത്തിൽ രൂപപ്പെട്ട മുഴയാണ് ഇപ്പോൾ ക്യാൻസറായി മാറിയത്. രോഗം മൂർച്ഛിച്ച അവസ്ഥയിലാണെന്നും അത് ഹൃദയപേശികളിലേക്കും ശ്വാസകോശത്തിലേക്കും പടർന്നതായും രേണു തന്നെ വെളിപ്പെടുത്തിയിരുന്നു. ഈ ദുഷ്കരമായ ഘട്ടത്തിൽ കുടുംബാംഗങ്ങളുടെ പൂർണ്ണ പിന്തുണ രേണുവിനുണ്ട്. എന്നാൽ സുധിയുടെ മൂത്ത മകനായ കിച്ചു ഇതുവരെയും രേണുവിനെ കാണാൻ ചെന്നിട്ടില്ല. കിച്ചുവും രേണുവും തമ്മിലുള്ള അസ്വാരസ്യങ്ങളും അകൽച്ചയും സോഷ്യൽ മീഡിയയിൽ വലിയ ചർച്ചകൾക്ക് വഴിവെച്ചിരിക്കുകയാണിപ്പോൾ. 11 വയസ്സ് മുതൽ നോക്കി വളർത്തിയ മകൻ മാത്രം താൻ ക്യാൻസർ ബാധിതയാണെന്ന് അറിഞ്ഞിട്ടും കാണാൻ വന്നില്ല എന്ന പരാതി കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി രേണുസുതി പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ രേണുവിനെ അവഗണിച്ച നന്ദിയില്ലാത്ത മകൻ എന്ന ടാഗും സൈബർ ബുള്ളിങ്ങും കിച്ചുവിന് ഭീകരമായി ലഭിക്കുകയും ചെയ്തിരുന്നു. അമ്മയുടെ വില അറിയില്ലാത്തത് കൊണ്ടാണ് രേണുവിനോട് കിച്ചു മനസാക്ഷിയില്ലാതെ പെരുമാറുന്നത് എന്ന് വരെ പറഞ്ഞവരുണ്ട്. വിമർശനം പെരുകിയപ്പോൾ കഴിഞ്ഞ ദിവസം കൊല്ലം സുധിയുടെ ബന്ധുക്കൾക്കൊപ്പം കിച്ചു കോട്ടയത്ത് പോയിരുന്നു. സുധിലയത്തിൽ പോയി അനിയൻ ഋതുലിനെ കിച്ചു കണ്ടു. രേണു ആശുപത്രിയിൽ അഡ്മിറ്റ് ആയതുകൊണ്ടാണ് കാണാൻ കഴിഞ്ഞില്ല. ഇപ്പോഴിതാ പുതിയ വീഡിയോയിൽ അമ്മയിൽ നിന്നും അകലം പാലിക്കുന്നതിന്റെ കാരണവും കോട്ടയത്ത് പോയപ്പോൾ സംഭവിച്ച കാര്യങ്ങളും വെളിപ്പെടുത്തിയിരിക്കുകയാണ് കിച്ചു. രേണുവിന് താൻ അയച്ച മെസ്സേജും അതിന് ലഭിച്ച മറുപടിയും സ്ക്രീൻഷോട്ട് സഹിതമാണ് കിച്ചു പുറത്തുവിട്ടിരിക്കുന്നത്. വിമർശകർക്ക് കുറുക്കിക്കൊള്ളുന്ന മറുപടിയാണ് കിച്ചു നൽകിയത്. രേണു മോശമായ രീതിയിൽ സബ്സ്ക്രിപ്ഷനിൽ വീഡിയോകൾ പങ്കുവച്ചതിനാലാണ് താൻ അകലം പാലിച്ചത് എന്നും സബ്സ്ക്രിപ്ഷൻ വീഡിയോകൾ കണ്ടപ്പോൾ തനിക്ക് ഏറെ ദുഃഖം തോന്നിയെന്നും കിച്ചു പറഞ്ഞു. അത്തരം വീഡിയോകൾ ചെയ്യരുത് എന്ന് അമ്മയോട് താൻ ആവശ്യപ്പെട്ടതായും കിച്ചു പറഞ്ഞിരുന്നു. ഇതോടൊപ്പം മോശം വീഡിയോകൾ ഋതപ്പനെ ഓർത്തെങ്കിലും ചെയ്യരുത് എന്ന് രേണുവിനോട് അപേക്ഷിക്കുന്ന സ്ക്രീൻഷോട്ടും കിച്ചു പങ്കിട്ടു. രേണുവിന്റെ സബ്സ്ക്രിപ്ഷൻ വീഡിയോകളിൽ ചിലത് കാണിച്ചുകൊണ്ട് കിച്ചു പറഞ്ഞത് ഇങ്ങനെയായിരുന്നു: ഇതൊക്കെ നിങ്ങൾ പറയുന്ന ഈ എടുത്തു വളർത്തിയ മകൻ കണ്ട സാധനങ്ങളാണ്, മനസ്സിലായോ? ഇത് കണ്ടിട്ട് ഞാൻ മെസ്സേജ് ഇട്ടു. ഇത് കണ്ടു കഴിഞ്ഞാൽ ഋതപ്പന്റെ അവസ്ഥ എന്തായിരിക്കും? ഋതപ്പന്റെ കൂടെ പഠിക്കുന്ന കുട്ടികൾ എന്തു പറയും? ഇന്നത്തെ കാലത്ത് കുട്ടികളെല്ലാം സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നവരാണ്. അവൻ്റെ കൂടെ പഠിക്കുന്നവരും മറ്റും ഇതൊക്കെ കാണുമ്പോൾ അവൻ എങ്ങനെ അതിനെ നേരിടുമെന്ന വിഷമം എനിക്കുണ്ടായിരുന്നു. ഞാൻ ഈ കാര്യം അമ്മയോട് മെസ്സേജ് അയച്ച് ചോദിക്കുകയും ചെയ്തു. കിച്ചു മെസ്സേജ് അയച്ചപ്പോൾ താൻ മോശമായി ഒന്നും ചെയ്യുന്നതായി തോന്നിയിട്ടില്ല എന്നും മാസം 2-3.5 ലക്ഷം രൂപ സമ്പാദിക്കുന്നുണ്ടെന്നുമായിരുന്നു രേണു നൽകിയ മറുപടി. അതുകൊണ്ടാണ് രേണു എന്ന അധ്യായം താൻ അവസാനിപ്പിച്ചതെന്നും കിച്ചു വെളിപ്പെടുത്തിയിരുന്നു. അമ്മയുടെ വില അറിയാത്തത് കൊണ്ടാണ് ഞാൻ രേണു അമ്മയെ കാണാൻ പോകാത്തത് എന്നൊക്കെയുള്ള വിമർശനം കണ്ടിരുന്നു. അമ്മയുടെ വിലയെക്കുറിച്ചാണ് ഞാൻ പറയാൻ പോകുന്നത്. അമ്മയുടെ വില എനിക്ക് അറിയാൻ പറ്റിയിട്ടില്ല. 2ാമത്തെ വയസ്സിൽ എൻ്റെ സ്വന്തം അമ്മ എന്നെ ഇട്ടിട്ട് പോയതാണ്. ലൈഫ് സ്റ്റോറിയിലും ഞാൻ അതുമായി ബന്ധപ്പെട്ട കുറേ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. പിന്നെ എന്നെ വിമർശിച്ചവർ പറഞ്ഞതുപോലെ ഞാൻ അമ്മയുടെ വില മനസ്സിലായിട്ടില്ല, പക്ഷേ സ്നേഹത്തിൻ്റെ വില അറിയാം. എന്നെ വിമർശിച്ചുള്ള വീഡിയോ കണ്ടപ്പോൾ ഇത് പറയണമെന്ന് തോന്നി. അതുപോലെ ഞാൻ കോട്ടയത്ത് പോയി ഋതപ്പനെ കണ്ടു. അവന് വേണ്ടതെല്ലാം ചെയ്തു കൊടുത്തു. അമ്മയെ കാണാൻ പറ്റിയില്ല. ആശുപത്രിയിലായിരുന്നു അമ്മ. ആശുപത്രിയിൽ പോയാലും കാണാൻ പറ്റില്ലായിരുന്നു. അമ്മയുടെ അസുഖം മാറട്ടെ, പ്രാർത്ഥിക്കുക എന്നത് മാത്രമേ എന്നെ കൊണ്ട് പറ്റൂ. അത് ഞാൻ ചെയ്യുന്നുണ്ടെന്നും കിച്ചു പറഞ്ഞു. അമ്മയുടെ അസുഖം എന്തായാലും മാറട്ടെ, പ്രാർത്ഥിക്കാം. അതേ എന്നെ കൊണ്ടും പറ്റുള്ളൂ, നിങ്ങളെ കൊണ്ടും പറ്റുള്ളൂ. അത് ഞാൻ ചെയ്യുന്നുണ്ട്. എല്ലാം മാറട്ടെ എന്നായിരുന്നു കിച്ചു പറഞ്ഞത്. നിരവധി പേരാണ് കിച്ചുവിന്റെ പുതിയ പ്രതികരണത്തെ പ്രശംസിച്ചും എത്തിയത്. കിച്ചു, നിനക്ക് എന്താണ് ശരിയെന്ന് തോന്നുന്നത് അത് നീ ചെയ്യൂ. അനിയനെ നോക്കൂ. അമ്മയുടെ അസുഖം മാറട്ടെ, എല്ലാം ശരിയാവും. നിന്റെ ജീവിതത്തിൽ നിന്നെ സ്നേഹിക്കാനും നിനക്ക് സ്നേഹിക്കാനും നല്ലൊരാൾ കൂട്ടിന് വരട്ടെ. കിച്ചു ഇപ്പോൾ ചെയ്തത് നല്ല കാര്യമാണ്. എപ്പോഴും സപ്പോർട്ട് കാണും. കിച്ചു പറയുന്നതിലും കാര്യമുണ്ട്. കുട്ടികളെ ബാധിക്കുന്ന ഒരു കാര്യവും അമ്മമാർ ചെയ്യാതിരിക്കുക. കിച്ചുവിൻ്റെ വേദനയും നിശബ്ദതയും അടുത്തറിയാവുന്ന ഒരുപാട് പേരുണ്ട്. മറ്റാരെങ്കിലും ആയിരുന്നുവെങ്കിൽ പലതിനും മറ്റൊരു രീതിയിൽ പ്രതികരിച്ചേനെ. പക്ഷേ കിച്ചു ഇന്നും മൗനം പാലിക്കുകയാണ്. പറയാൻ കഴിയുന്ന പല കാര്യങ്ങളും മനസ്സിൽ ഒതുക്കുകയാണ്. വെറും 21 വയസ്സുള്ള ഒരു മകൻ ആരെയും ആശ്രയിക്കാതെ സ്വന്തം ജീവിതം കെട്ടിപ്പടുക്കാനും നിലനിൽക്കാനും വേണ്ടി ജീവിതത്തോട് പോരാടിക്കൊണ്ടിരിക്കുകയാണ്. ഈ സമയത്ത് അവന് വേണ്ടത് ചോദ്യങ്ങളോ കുറ്റപ്പെടുത്തലുകളോ അല്ല, സ്നേഹവും കരുതലും പിന്തുണയുമാണ് എന്നിങ്ങനെയാണ് വീഡിയോയ്ക്ക് വന്ന പ്രതികരണങ്ങൾ. കിച്ചുവിന്റെ വീഡിയോ പുറത്തു വന്നതോടെ രേണു സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ച വീഡിയോകളുടെ ഉള്ളടക്കവും വീണ്ടും ചർച്ചയാവുകയാണ്. കിച്ചു ചെയ്തതാണ് ശരിയെന്നാണ് ചിലരുടെ പക്ഷം. എന്നാൽ അമ്മ ഉപേക്ഷിച്ചു പോയ കിച്ചുവിനെ വളർത്തി വലുതാക്കിയത് രേണുവാണെന്നതും കിച്ചു മറക്കാൻ പാടില്ല എന്നായിരുന്നു ചിലർ കമന്റ് ചെയ്തത്. അച്ഛന്റെ മരണശേഷം അച്ഛന്റെ ബന്ധുക്കളാണ് കിച്ചുവിനെ സംരക്ഷിച്ചിരുന്നത്. പിന്നാലെ കിച്ചു ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങുകയും ചെറിയ രീതിയിൽ വരുമാനം കണ്ടെത്താനും തുടങ്ങി. ഇതിനോടകം 2.5 ലക്ഷത്തിനടുത്ത് സബ്സ്ക്രൈബേഴ്സിനെ കിച്ചു നേടി. യൂട്യൂബ് വരുമാനം കൊണ്ട് പഠനവും ഒരു പുതിയ വാഹനവും
ജീവിത ചിലവും ഇപ്പോൾ ഒരു ബിസിനസ്സും കിച്ചു ആരംഭിച്ചു. ഭാവി സുരക്ഷിതമാക്കുക എന്ന ഉദ്ദേശത്തോടെയാണ് കിച്ചു ക്ലോത്തിംഗ് ബ്രാൻഡ് ബിസിനസ്സിലേക്ക് ഇറങ്ങിയത്. ലൂപ്സി ബൈ കിച്ചു എന്നാണ് ബ്രാൻഡിന്റെ പേര്. പ്രീമിയം ക്വാളിറ്റിയുള്ള ടീഷർട്ടുകളാണ് പ്രധാന ആകർഷണം. ആദ്യത്തെ തന്റെ ഡിസൈൻ കഴിഞ്ഞ ദിവസം കിച്ചു റിവീൽ ചെയ്തിരുന്നു. വല്യച്ഛനെയും വല്യമ്മയും അച്ഛമ്മയും കസിൻസിനെയും എല്ലാം തന്റെ ഡിസൈൻ കിച്ചു കാണിക്കുകയും അവരുടെ പ്രതികരണം വീഡിയോയാക്കി യൂട്യൂബിൽ പങ്കിടുകയും ചെയ്തിരുന്നു. കിച്ചു സ്വന്തമായി ഡിസൈൻ ചെയ്ത് ഇറക്കിയ ടീഷർട്ടാണെന്ന് അറിഞ്ഞപ്പോൾ സുധിയുടെ അമ്മ സന്തോഷത്തോടെ കിച്ചുവിനെ കെട്ടിപ്പിടിച്ച് ഉമ്മകൾ കൊണ്ട് മൂടി. നിങ്ങളെല്ലാവരും കേട്ട് കാണും, ഞാൻ പുതിയൊരു ക്ലോത്തിംഗ് ബ്രാൻഡ് തുടങ്ങിയിരിക്കുന്നു. വീട്ടുകാരെ ഡ്രസ്സോ ഡിസൈനോ ഒന്നും കാണിച്ചിട്ടില്ല. അവരെ അതൊന്ന് കാണിച്ച് റിയാക്ഷൻ എന്താണെന്ന് കാണാമെന്ന് പറഞ്ഞാണ് കിച്ചു വീഡിയോ ആരംഭിച്ചത്. അടിപൊളി, കൊള്ളാം, നല്ല ക്വാളിറ്റിയാണ്, പ്രീമിയം ക്വാളിറ്റി എന്നിങ്ങനെയായിരുന്നു വീട്ടുകാരെല്ലാം കിച്ചുവിന്റെ ഡിസൈനെ പ്രശംസിച്ച് പറഞ്ഞത്. വാട്സപ്പ് വഴിയാണ് ഓർഡറുകൾ സ്വീകരിക്കുന്നത്. ഡിസൈൻ കണ്ട് ഇഷ്ടപ്പെട്ട് വാങ്ങാനുള്ള താല്പര്യം പ്രകടിപ്പിച്ച് ഇതിനോടകം തന്നെ നിരവധി പേർ കമന്റ് ബോക്സിൽ എത്തിയിട്ടുണ്ട്. അതേസമയം ചിലർ രേണുവിനെ പോയി കാണാൻ കിച്ചുവിനെ ഉപദേശിക്കാനും മറന്നില്ല. കിച്ചുമോനെ, അമ്മയുടെ അടുക്കൽ നിൽക്കും മോനെ, അച്ഛനെ ഓർത്തു പോകണം മോനെ, ഒരാൾക്ക് മോനിലൂടെ ഒരു ആശ്വാസം ഉണ്ടാകുന്നെങ്കിൽ അത് നല്ലതാണ്. അമ്മയെ പോയി കാണണം മോനെ, അതൊരു സന്തോഷവും ആശ്വാസവുമാകും എന്നും നന്ദിയില്ലാത്ത മക്കൾ മാതാപിതാക്കളുടെ സ്നേഹവും ത്യാഗവും വിലമതിക്കാറില്ല. എങ്ങനെ പോയി കാണും? കിച്ചു രേണുവിനെ ഇല്ലാതെ എന്തൊക്കെയാണ് പറഞ്ഞത്? നന്ദിയില്ലാത്ത ചെറുക്കൻ എന്നും എല്ലാം കമന്റുകൾ വരുന്നുണ്ട്. എന്നാൽ രേണു ഫാൻസിന് മറുപടി നൽകിയത് കിച്ചു ആയിരുന്നില്ല, പ്രേക്ഷകരായിരുന്നു. രേണുവിന് അസുഖം വന്നെന്ന് കരുതി കിച്ചു അവരുടെ അവഗണന അനുഭവിക്കാൻ അവിടെ പോകണമെന്നില്ല. മോൻ വളഞ്ഞിട്ട് ആക്രമിക്കുന്നവരെ മൈൻഡ് ചെയ്യേണ്ട, അവർ കുരച്ചുകൊണ്ടേയിരിക്കും. നല്ലത് മാത്രം ചിന്തിക്കുക, നന്മയോടെ പ്രാർത്ഥനയോടെ മുന്നോട്ട് പോവുക. വിമർശിക്കുന്നവർ ഒന്നും വീട്ടിൽ കൊണ്ടുവന്ന് ഒന്നും തരില്ല. മോൻ വിഷമിക്കരുത്, ഒരു കാരണവശാലും ഇനി മോശപ്പെട്ട വഴിയിൽ പോകരുത്. കിച്ചുവിനെതിരെ കിടന്ന് കുരയ്ക്കുന്നവരോട് രേണു കാണിച്ചതുപോലെ ഒന്നിനും കിച്ചു പോയില്ലല്ലോ. അവന് ചെയ്യാനുള്ള കടമകൾ ചെയ്ത് അവൻ മുന്നോട്ട് പോകുന്നു. പഠിക്കാനുള്ള സാഹചര്യവും ഒരുക്കി കൊടുത്ത് ഫ്ലവേഴ്സ് ചാനലിനെ മറന്നിട്ടുമില്ല, ആരെയും തള്ളി പറഞ്ഞിട്ടുമില്ല. സ്വന്തമായി വരുമാനം വേണമെന്ന് തോന്നിയപ്പോൾ അവനെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ഈ ഒരു പ്രായത്തിൽ ഒരു ബിസിനസ് അവൻ സ്റ്റാർട്ട് ചെയ്ത് അത്രയേ ഉള്ളൂ. അവൻ്റെതായ രീതിയിൽ മുന്നോട്ട് പോകട്ടെ. രേണുവിന്റെ പേരിൽ കുറ്റപ്പെടുത്തേണ്ടതേ ഇല്ല എന്നാണ് കിച്ചുവിനെ പിന്തുണച്ചവർ കുറിച്ചത്. You're watching me on metromatney.com. On metromatney.com. Metromatney.com. Subscribe for more videos. Subscribe for more videos. Subscribe here for more videos. Subscribe now. Thank you.